പറയുന്നത് ഒരു പേരിൽ എന്താ ഇരിക്കുന്നത്? ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുകൊണ്ട് ആരും വിഷയം പോകില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കാര്യമില്ല. മനുഷ്യനൊരു സ്വാതന്ത്ര്യമില്ല. സിനിമയായിട്ട് കാണുക. സിനിമയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരാണ് ആ കസേരയിലിരിക്കണം. ആ കസേരയുടെ വിലയും കൂടി കളയാണ് സത്യമായിട്ട്. ഇനിയിപ്പൊ എന്റെ പേര് വിശ്വനാഥ് എന്നൊരു പേരുണ്ട്. അത് ഞാൻ മാറ്റണം പറഞ്ഞാൽ ഞാൻ മാറ്റൂല. എന്റെ അച്ഛന്റെ പേരാണ്. ജാനകി അമ്മയുടെ പേര് മാറ്റം, അല്ലെങ്കിൽ ജാനകി അമ്മ പാടിയ പാട്ടുകൾ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഇത് ഏതൊരു കാലഘട്ടത്തിലാണ് പോകുന്നത്? പക്ഷെ ഇതുകൊണ്ട് ഒരു നേട്ടമുണ്ട്. ആ സിനിമയ്ക്ക് ഒരുപാട് ആൾക്കാർ കാണാൻ പോകും. അത് ഇവരാരും അറിഞ്ഞില്ല. ഈ സിനിമ കാണാൻ ഭാഷ അറിയാത്തവരും കാണുമ്പോൾ എന്താണുള്ളത്? അതൊരു വലിയൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. എമ്പുരാൻ അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്, അല്ലേ? അപ്പൊ അതേപോലെ ഈ സിനിമ മാർക്കറ്റിംഗ് ഉണ്ടാവട്ടെ. ഇതിലൊന്നൊരു ഈ ഇങ്ങനെ പറയുന്നവരുടെ മനസ്സ് എത്ര, അവര് പുറം കഴുകിയിട്ടോ പുറം കുളിച്ചിട്ടോ കുറെ പെർഫ്യൂം അടിച്ചിട്ടോ കുറെ നല്ല ഡ്രസ്സ് ഇട്ടിട്ടോ കാര്യം മനസ്സും കൂടി വൃത്തിയാക്കണം. കാഴ്ചപ്പാടുകൾ, ചിന്തകൾ, അതിൽ അഴുക്കുകൾ എടുത്ത് കളയണം. ഞാനത് പറയാൻ എനിക്ക് ഒരു ഭയവുമില്ല. കാരണം സെൻസർ ബോർഡിൽ ഈ ഇതിലേക്ക് ഇരിക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്രത്തിലോ അല്ലെങ്കിൽ സർക്കാർ ഇവിടുത്തെ നമ്മുടെ സർക്കാരിന്റെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയോ കീഴിൽ വരുമ്പോ കുറച്ച് പേര് കയറിയിരിക്കും. അവർക്ക് സി എന്ത്, നാ എന്ത്, മാ എന്തെന്ന് അറിയാത്തവരാണ് ഇരിക്കുന്നത്. മാ വേറെ അറിയാതിരിക്കാം അവർക്ക്. പക്ഷെ അത് അറിഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവരെ പിടിച്ച കസേരയിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ 70-ാം നൂറ്റാണ്ടിലും 80 കാലഘട്ടത്തിൽ പോലും ഇതിന്റെ അപ്പുറം സിനിമകൾ വന്നിട്ട് അന്ന് ഇവിടെ സെൻസർ ബോർഡ് ഉണ്ടെന്ന് അവർക്കൊന്നില്ല. അന്ന് സിനിമയായിട്ട് കാണുന്ന കലയായിട്ട് കാണുന്നവരും സിനിമ അറിയാവുന്നവരും കല എന്തെന്ന് അറിയാവുന്നവരും ആണ് അതിന്റെ ഇരുന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നല്ല നല്ല സിനിമകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്ന് എന്തുകൊണ്ടാണ് നല്ല സിനിമകൾ വരാത്തതെന്ന് പറഞ്ഞാൽ ഇന്നൊരു OTT പ്ലാറ്റ്ഫോമിൽ സെൻസർ ഇല്ല, സീരിയൽ സെൻസർ ഇല്ല, പലതിലും ഇല്ല. പക്ഷെ സീരിയൽ ചാനലിന്റെ അകത്തിരിക്കുന്ന ചിലവരാണ് ആരഭിനയിക്കേണ്ട, എന്ത് പേരിടണം, എന്ത് കഥ വേണം, അതേപോലെ ഇന്ന് സിനിമ സെൻസർ ബോർഡുകാരാണ് നിശ്ചയിക്കുന്നത്. നമുക്ക് കാണാം ഇനി അവസാനം കാർട്ടൂൺ ഫിലിം മാത്രം വരും. ആ ഒരു കാലഘട്ടത്തിലാണ് പോകുന്നത്. ഇതൊക്കെ ഒറ്റയ്ക്ക് നിൽക്കണം. നിങ്ങൾ ഇവരെയൊന്നും സപ്പോർട്ട് ചെയ്യല്ലേ. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ചില കാര്യങ്ങളോട് ഞാൻ അവർക്ക് സപ്പോർട്ടാണ്. ഈ ഒരു കാര്യത്തിന് നിങ്ങൾ എല്ലാവരും ഐക്യം. കാരണം നമുക്ക് നല്ല സിനിമകൾ പോവുകയാണ്, നല്ല കലകൾ പോവുകയാണ്. നമ്മൾ പിന്നെ അന്യഭാഷയിലേക്ക് കേന്ദ്രീകരിച്ചേണ്ടി വരും. അന്യഭാഷയിലേക്ക് നമ്മൾക്ക് എന്തിനാണ് ആ ഗവൺമെന്റിന് വേണ്ടി നമ്മൾ കാശുണ്ടാക്കണം? നമ്മുടെ ഗവൺമെന്റിന് അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന് അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തുകൊണ്ട് നമുക്ക് സിനിമ ഒരു വ്യവസായമാണ്. ഇതിൽ നിന്നാണ് സർക്കാർ കോർപ്പറേഷനിൽ പോലും കാശ് കിട്ടണം. പക്ഷെ ഇവിടെ കാണുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മന്ത്രി പോലും ഇതിനെതിരെ സംസാരിക്കാനോ ഒന്നും വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അത് വരാത്തത്? അതൊരു BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഇവരെന്തുകൊണ്ടാണ് ഇവർക്കൊന്നും നാവില്ലേ? എനിക്കറിയാത്ത ബാക്കി എല്ലാ കാര്യത്തിലും ഇവരൊക്കെ പറയുമല്ലോ. എന്തുകൊണ്ട് ഇവര് പറയാത്തത്? ഇന്ന് കണ്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോ കിടക്കുന്ന വൃത്തികേട് കണ്ട ഇതിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ട്? ഒരു സർക്കാരിന്റെ ഏത് സർക്കാർ വന്നാലും ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോ നന്നാവാൻ പോകുന്നില്ല. കേരളത്തിൽ അല്ലെങ്കിൽ ഏഷ്യയിലെ നമ്പർ 1 ആവേണ്ട ഒരു സ്റ്റുഡിയോ ആയിരുന്നു ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ കിടക്കണുണ്ട്. അതുപോലും ഇത് സർക്കാരിന് എന്തോരം കാശ് കിട്ടേണ്ടതാണ്, അതുപോലും ആരും നോക്കുന്നില്ല. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കേ. അതൊക്കെയാണ് നിങ്ങൾ വേണ്ടത്. എന്തായാലും നമുക്ക് കാണാം. ഇനി നിങ്ങളുടെയൊക്കെ മക്കൾക്കൊക്കെ പേരിടുമ്പോ സൂക്ഷിക്കുക. ഇനി എന്തൊക്കെ പേരിടണം, ഇനി അതും സർക്കാരിന്റെ അടുത്ത് ചോദിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇവരുടെ അടുത്തൊക്കെ ചോദിച്ചുകൊണ്ട് വരും. ഒരു ആവിഷ്കാരമില്ലാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത ഒരു നാട്ടിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് എന്റെ ദേഹത്ത് ആരെങ്കിലും മുട്ടയിട്ട് വന്നാലും ആ മുട്ട വിരിയാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ സിനിമ ആയതുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ എന്നല്ല ഇതൊക്കെ ഇവിടുത്തെ സർക്കാരല്ലേ വന്നിരിക്കുന്നത്. ഇവിടുത്തെ സെൻസറിലും BJPയുടെ ആൾക്കാരുണ്ടല്ലോ, എല്ലാ പാർട്ടിക്കാരും ഉണ്ടല്ലോ. എന്താണ് അവരുടെ അജണ്ട എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ആ സിനിമയെ പ്രതിനിധീകരിച്ച് ശരി സുരേഷ് ഏട്ടൻ വരണ്ട, ആരെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആരെയും കണ്ടില്ല. ചിലപ്പോ വന്നിരിക്കാൻ നമുക്ക് അവരെ അറിയാത്തോണ്ടായിരിക്കാം. പക്ഷെ അവരൊരാളെങ്കിലും അതൊരു മൈക്കിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കണമായിരുന്നു. അതാരെയും കണ്ടില്ല. ആ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കുറച്ചു പേരാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. സിനിമകൾ ചെയ്തിട്ട് തന്നെ ഞാൻ 2-3 വർഷമായി. അപ്പം അറിയില്ല എന്താണെന്ന്. അന്നം മുട്ടിപ്പിക്കലേ എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മാത്രമുള്ള അന്നം, ആരുടെ അന്നം മുട്ടിപ്പിക്കാതിരിക്കുക. എല്ലാവരും ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ആരുടെയും ജോലിക്കകത്ത് അന്നടല്ല. നിങ്ങൾ ആരും ദൈവങ്ങളല്ല. ഒരാളുടെ ജോലി കളയാനും ഒരാളുടെ ജോലി ഒഴിവാക്കാനും ഒരാളുടെ അന്നം മുട്ടിക്കാനും കർമ്മ അതറിയും.